മക്കൾസ്, ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്സിലെ ഷുവർ എസ് എ ക്വസ്റ്റ്യൻസ്. കുറെ നേരമായി ചോദിക്കൽ തുടങ്ങിയിട്ട് വിദ്യാർത്ഥികളെ, എസ് എ ക്വസ്റ്റ്യൻ എവിടെ, എസ് എ ക്വസ്റ്റ്യൻ എവിടെ? മക്കളെ, എസ് എ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. സാർ ഇതെങ്ങനെ എഴുതാം, ഇത് എത്ര പേജ് എഴുതണം, അങ്ങനെ പല ഡൗട്ടുകൾ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയുന്നത് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് 2 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒന്ന് ഇതിന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ് കേട്ടോ മക്കളെ, SP സഹദ്, ഒരു അടിയിൽ ഒരു വരണ്ട്, സൂപ്പർമാഷ്. ഈ 2 അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. ഓണം എക്സാമിന് മാത്രമല്ല, ഫൈനൽ എക്സാം വരെ അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും. സാറേ എന്ത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ. ഓക്കെ, എടാ ഇതില് എസ് എ ക്വസ്റ്റ്യൻ ഒന്ന് ചാപ്റ്റർ 1 ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 മാർക്കിൽ ചോദിക്കുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ നല്ല ചാൻസ് ആണ്. അത് മറ്റൊന്നുമല്ല, ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ ഇതാ, പാർട്ടീഷൻ. അതായത് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് ഇല്ലേ, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ആ 3 കാര്യങ്ങൾ ഹിന്റ് തന്നിട്ടുണ്ട്. പാർട്ടീഷൻ ആൻഡ് കോൺസിക്വൻസ്, അതായത് വിഭജനവും അതിന്റെ അനന്തരഫലങ്ങളും, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന. 8 മാർക്കാണ് മക്കളെ. ഇനി അടുത്ത 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സ്പ്ലിറ്റ് ഇല്ലേ, കോൺഗ്രസ് പാർട്ടി പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ, അത് നീലം സഞ്ജീവ് റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ഭാഗം നോക്കി വെക്കുക. പിന്നെ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. വലിയ എസ് അല്ല, ഒരു 4 മാർക്കോ 5 മാർക്കിൻ്റെതോ. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു സംഭവമാണ് ഇത് എസ് എ ആയിരിക്കും കേട്ടോ. ഇത് വളരെ വലിയ മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ആണ്. ഒന്ന്, കോസസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ, കാരണങ്ങളാണ് മക്കളെ. ഈ 4 കാരണങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ 4 കാരണം കൊണ്ടാണ് എന്തുണ്ടാവാനുള്ള കാരണം മക്കളെ, നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കാനുള്ളത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇത് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഇതോടുകൂടിയാണ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഓരോ കാരണങ്ങൾ ഇതാ: എക്കണോമിക് കോണ്ടെക്സ്റ്റ്, സാമ്പത്തിക സാഹചര്യം, ഗുജറാത്ത് ആൻഡ് ബീഹാർ മൂവ്മെന്റ്, ഗുജറാത്തിലെ ബീഹാറിലെ പല സമരങ്ങൾ, കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി, കോടതിയുമായിട്ടുള്ള തർക്കങ്ങൾ, അലഹബാദ് ഹൈക്കോർട്ട് വെർഡിക്റ്റ്, അതായത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒരു ടേബിളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കട്ടോ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ 2 അക്കൗണ്ടുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊന്നിനല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. താങ്ക് യു.